കഴിഞ്ഞ ഒരു കൊല്ലം സംസ്ഥാനത്ത് 18 വയസ്സിൽ താഴെ പ്രായമുള്ള 391 പേർ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക്. സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരമുള്ളത്. ആത്മഹത്യയുടെ പ്രധാന കാരണം ലഹരി ഉപയോഗമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞ്. അതും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ഓരോ ദിവസവും നമ്മൾ പ്രഭാതത്തിൽ വാർത്ത വായിക്കാൻ വരുമ്പോൾ ഇത്തരം ഒരു ആത്മഹത്യയെങ്കിലും കുറഞ്ഞത് ഈ 3 മണിക്കൂറിനകം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്ത. സമാനതകളില്ലാത്ത രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം കഴിയുന്തോറും ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും അതിൻ്റെ വാർത്തകളും പുറത്തു വരുന്നത്. അപ്പോഴും ലഹരിക്കെതിരായി യഥാർത്ഥ പ്രതിരോധം തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്വന്തം ചേട്ടൻ വീട്ടിലുള്ള ദിവസം 13-കാരിയായ അനുജത്തിക്ക് വീട്ടിലിരിക്കാൻ വലിയ പേടി. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോയാൽ ആത്മഹത്യ ചെയ്യുമെന്ന കുട്ടിയുടെ തുറന്നു പറച്ചിൽ കേട്ട് രക്ഷിതാക്കൾ ഞെട്ടി. കാര്യം തിരക്കിയെങ്കിലും കുട്ടി ഒന്നും പറഞ്ഞില്ല. സ്കൂളിലും വീട്ടിലും ആക്റ്റീവായിരുന്ന പെൺകുട്ടിക്ക് പെട്ടെന്നുണ്ടായ മാറ്റം ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ നടത്തിയ കൗൺസിലിംഗിൽ കുട്ടി തുറന്നു പറഞ്ഞു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് സ്വന്തം സഹോദരൻ പലതവണ ലൈംഗികമായി ഉപദ്രവിച്ചു. വിവരമറിഞ്ഞ രക്ഷിതാക്കൾ മകളെയും കൂട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. കൃത്യസമയത്ത് ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചതോടെ ആ കുടുംബം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നീണ്ടകാലം ലഹരി വിമുക്തി കേന്ദ്രത്തിൽ മകനെ ചികിത്സിപ്പിച്ച് ലഹരിയുടെ വലയിൽ നിന്ന് ആ കുട്ടിയെയും മോചിപ്പിച്ചു. കൊച്ചിയിലെ നഗരഹൃദയത്തിലാണ് ഇത് നടന്നത്. ഇതേ അവസ്ഥ പല വീടുകളിലും ഉണ്ടാകാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നാണ് കൗൺസിലർമാർ തന്നെ പറയുന്നത്. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വന്തവും ബന്ധവും പോലും തിരിച്ചറിയാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നുവെന്ന പേടിപ്പെടുത്തുന്ന വിവരം. മറ്റൊരനുഭവം തുറന്നു പറഞ്ഞത് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ ദമ്പതികളുടെ ഏക മകൻ, സ്കൂളിൽ ടോപ്പർ. അച്ഛൻ്റെയും അമ്മയുടെയും ജോലി തിരക്കിനിടയിൽ മകനെ ശ്രദ്ധിക്കാൻ സാധിക്കാതിരുന്നതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങിയത്. മകനെയും തങ്ങളുടെ വഴിയിൽ കൊണ്ടുവരണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. കുട്ടിയുടെ ആഗ്രഹം കലാപഠനം നടത്താനും. തന്റെ ആഗ്രഹം മാതാപിതാക്കൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ ഇൻസ്റ്റഗ്രാം വഴിയുള്ള കൂട്ടുകെട്ടുകളിൽ കുട്ടി ഉൾപ്പെട്ടു. ഇവിടെ നിന്ന് ലഹരി ഉപയോഗിക്കാൻ ശീലിച്ചു. പകൽ സമയം മാതാപിതാക്കൾ ഫ്ളാറ്റിലില്ലാത്തതിനാൽ പിന്നീട് ലഹരി ഉപയോഗം ഫ്ളാറ്റിലേക്ക് മാറ്റി. അപ്രതീക്ഷിതമായി നടന്ന പോലീസ് റെയ്ഡിൽ കുട്ടിയടക്കം പിടിക്കപ്പെട്ടു. മാസങ്ങളോളം തങ്ങളുടെ വീട്ടിൽ ലഹരി ഉപയോഗം നടന്ന വിവരം രക്ഷിതാക്കൾ അറിയുന്നത് അപ്പോഴാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയും കുട്ടിയുടെ കൂട്ടുകാരുമടക്കം 5 പേരെയാണ് പോലീസ് പിടികൂടിയത്. ലഹരിയുടെ ദൂഷ്യവശങ്ങൾ കൗൺസിലിംഗ് വഴി പറഞ്ഞു നൽകുകയും ലഹരി വിമോചന ചികിത്സയിലൂടെയും 1 വർഷം കൊണ്ട് 5 പേരെയും ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു. ഇത്തരം നിരവധി സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുന്നത്. കൊച്ചി നഗരപരിധിയിൽ എല്ലാ ദിവസവും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടുന്ന ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പതിവായി മാറിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും ലഹരിയുടെ വലയിലേക്ക് കുട്ടികൾക്ക് ഏറ്റവും വേഗത്തിൽ ചെല്ലാനുള്ള മാർഗമായി മാറുന്നത്. വാട്സാപ്പിനേക്കാൾ സ്വകാര്യതയും സമപ്രായക്കാരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമാണ് ഇൻസ്റ്റഗ്രാമിനെ ടീനേജുകാർക്കിടയിൽ പ്രിയപ്പെട്ടതാക്കിയതെന്ന് പറയുന്നത് കൗൺസിലർമാരും പോലീസും സൈബർ വിദഗ്ധരുമൊക്കെയാണ്. ഓരോ വർഷം കഴിയുന്തോറും കുട്ടികൾ ഉൾപ്പെടുന്ന ലഹരി കേസുകളുടെ എണ്ണം കൂടി വരുന്നു എന്നത് സമൂഹം ഗൗരവത്തോടെ കാണേണ്ട വസ്തുതയാണ് എന്ന് മാനസികാരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നു. ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണങ്ങൾ കുട്ടികളിൽ എങ്ങനെയൊക്കെ തിരിച്ചറിയാം? കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ, മാതാപിതാക്കളോട് മാനസിക അടുപ്പം കുറയുന്നത്, ബാല്യകാലത്തുണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ തുടങ്ങിയവയെല്ലാം കുട്ടികൾക്ക് പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. കുട്ടികളിൽ മുൻകോപം, അസഭ്യം പറയുക, അക്രമ സ്വഭാവം കാണിക്കുക, കള്ളം പറയുക, മോഷ്ടിക്കുക, സ്കൂളിൽ ചിട്ടയായി പോകാതെ ഇരിക്കുക, വീട് വിട്ടിറങ്ങിപ്പോവുക തുടങ്ങിയവയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കുടുംബങ്ങളിൽ തുറന്നു പറച്ചിലുള്ള അവസരങ്ങൾ ഇല്ലാതാകുന്നതാണ് പലപ്പോഴും കുട്ടികൾക്ക് തെറ്റായ വഴിയിലേക്ക് വെളിച്ചം വീശുന്നതെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിനിരയായത് കൗൺസിലിംഗിലൂടെ തിരിച്ചറിഞ്ഞ രക്ഷിതാവ് നടത്തിയ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു. കഞ്ചാവ് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ചെറിയ നിരവധി സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് അവിടുത്തെ പെൺകുട്ടികൾക്ക് ഉൾപ്പെടെയാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ ചാറ്റിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് പോലീസ് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ലഹരിക്കെതിരെ നിയമങ്ങൾ ശക്തമാണെങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെട്ട കേസുകളിൽ നിയമത്തിന് പരിധികളുണ്ടെന്ന് പറയുകയാണ് പോലീസ്. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ വലിയ തോതിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാരണങ്ങളാണ് ആത്മഹത്യക്ക് പിന്നിലുള്ളതെന്ന് കണ്ടെത്താൻ പഠനം നടത്താനാണ് സംസ്ഥാന പോലീസും തയ്യാറെടുക്കുന്നത്. നിയമത്തോട് പേടിയില്ലാതാകുന്ന ഒരവസ്ഥ യുവതലമുറയ്ക്കിടയിൽ രൂപപ്പെടുന്നുവെന്നത് പോലീസിനെ പോലും ഞെട്ടിക്കുന്നു. കേസിൽ പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ ഇത്രയേ ഉള്ളൂ എന്നാണ് പിടിക്കപ്പെടുമ്പോൾ യുവാക്കൾ പോലീസിനോട് തിരികെ ചോദിക്കുന്നത്. വീട്ടുകാരേക്കാൾ കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഗ്യാങ് കൂട്ടുകെട്ട് രീതി സംസ്ഥാനത്തുടനീളം വ്യാപിക്കുന്നു എന്നത് മാതാപിതാക്കൾ ഉൾപ്പെടെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നും പോലീസ് പറയുന്നു.
ഇത്തരം കൂട്ടുകെട്ടുകളിലൂടെ ലഹരിയുടെ ലോകത്തേക്ക് എത്തിപ്പെട്ടാൽ എന്നും കൂട്ടുകാർ സഹായത്തിനുണ്ടാകുമെന്നുള്ളതാണ് പിടിക്കപ്പെടുന്ന കുട്ടികളും പോലീസിനോടും എക്സൈസിനോടും തുറന്നു പറയുന്നത്. 2017 ശേഷം MDMA-യും മറ്റ് നിരോധിത ലഹരി വസ്തുക്കളും വളരെ വേഗത്തിൽ ലഭിക്കുന്നു എന്നതും ഉപയോഗിക്കാനും ഒളിച്ചുവെക്കാനും എളുപ്പമാണ് എന്നതുമാണ് രാസലഹരിയിലേക്ക് കുട്ടികളെയും യുവാക്കളെയും ആകർഷിക്കുന്ന പ്രധാന ഘടകം. നമ്മുടെ യുവതലമുറയെ രക്ഷിക്കണമെങ്കിൽ നാം തന്നെ ഇടപെടണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മാനസികാരോഗ്യ വിദഗ്ധർ. കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള മാനസിക അടുപ്പം ശക്തിപ്പെടുന്നത് വഴി, എല്ലാം വീട്ടിൽ തുറന്ന് സംസാരിക്കുന്നത് വഴി കുട്ടികളുടെ ലഹരി ഉപയോഗം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കുട്ടികളുടെ സുഹൃത്ത് ബന്ധം നല്ല നിലയിലാണോ പോകുന്നത്, സുരക്ഷിതമായിട്ടാണോ പോകുന്നത് എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന യുവാക്കൾക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ പോലും പശ്ചാത്താപമില്ല എന്നും ഡോക്ടർമാർ പറയുന്നു. സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നത് പോലെ ലഹരിക്കെതിരായ പാഠങ്ങൾ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലഹരിക്കെതിരായ പോരാട്ടം സ്വന്തം വീടുകളിൽ നിന്നും നാം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വം എന്നതിൽ നിന്ന് സമൂഹത്തിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന രീതിയിലേക്ക് നാം ചിന്തിക്കാതിരുന്നാൽ പകരം നൽകേണ്ടി വരിക നമ്മളുടെ കുട്ടികളുടെ ജീവിതങ്ങളാകും. നിഖിലിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത്രയും വിശദമായ റിപ്പോർട്ട് നമ്മൾ നൽകിയത് സമൂഹത്തിൽ ഏറ്റവും ജാഗ്രത വേണ്ട ഒരു വിഷയമാണ് ഇതെന്നാണ്. നമ്മുടെ കുട്ടി അതും അവൻ ഒരു തിരിച്ചറിവുണ്ടാകുന്ന പ്രായത്തിലെത്തും മുമ്പേ ഇതേപോലുള്ള ചതിക്കുഴികൾ പെട്ടുപോകാതിരിക്കാൻ എന്തെന്നില്ലാത്തൊരു ജാഗ്രത സമൂഹം പുലർത്തണം എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് 24 ഇക്കാര്യം പുറത്തുവിട്ടത്.